നമസ്കാരം. ഇന്ന് നാം നോക്കുന്നത് ബാർകോഡ് പ്രിന്റിംഗ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചാണ്. ബാർകോഡ് ഇഷ്യൂ ചെയ്യുന്നതിനോ ഓപ്പണിംഗ് സ്റ്റോക്ക് ചെയ്യുന്നതിനോ പുസ്തകോത്സവ ബില്ലിംഗ് ചെയ്യുന്നതിനോ എല്ലാം ഉപയോഗിക്കാം. അപ്പോൾ അതിന് മുൻപേ നമുക്ക് ബാർകോഡ് പ്രിന്റ് ചെയ്യേണ്ടതുണ്ട്. അതെങ്ങനെയാണെന്നാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത്. ബാർകോഡ് നമ്മൾ നേരത്തെ സാധാരണ എടുക്കുന്ന ആപ്ലിക്കേഷൻ ലോഗ് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന മെനുവിലെ താഴേക്ക് ആറാമത്തെ ഐറ്റമാണ് ബാർകോഡ് പ്രിന്റിംഗ് എന്ന് പറയുന്നത്. അവിടെ പ്രിന്റ് ചെയ്യുക, അവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്കൊന്ന് ന്യൂ ബട്ടൺ അടിച്ചിട്ട് ഒന്ന് ആഡ് ചെയ്യേണ്ടതുണ്ട്. ബാർകോഡ് പ്രിന്റിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു എൻട്രി ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ 2-3 തരത്തിൽ ചെയ്യാം. ഒന്ന്, നമുക്ക് വേണമെങ്കിൽ നമുക്കിവിടെ കാണാം, നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ഓപ്പണിംഗ് സ്റ്റോക്ക് അങ്ങനെ തന്നെ പ്രിന്റ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. അതല്ല, നമുക്ക് പുസ്തകങ്ങൾ ഓരോന്നോരോന്നായിട്ട് സെലക്ട് ചെയ്ത് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമുക്ക് സ്റ്റേറ്റിൽ നിന്ന് നമുക്ക് ഡിസ്ട്രിക്റ്റിലേക്ക് വന്നിരിക്കുന്ന ഒരു എൻട്രി എടുത്ത് അത് കംപ്ലീറ്റ് ആയിട്ട് പ്രിന്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ ആദ്യം നോക്കേണ്ടത് 1 by 1 ആയിട്ട് ഓരോ പുസ്തകങ്ങൾ സെലക്ട് ചെയ്ത് എങ്ങനെയാണ് പ്രിന്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനിവിടെ മുകളിലുള്ള ട്രാൻസാക്ഷൻ ടൈപ്പോ ബുക്ക് ഇഷ്യൂ ഹെഡോ ഒന്നും സെലക്ട് ചെയ്യേണ്ട. നമുക്ക് നേരെ പുസ്തകങ്ങൾ ഇവിടെ താഴെ കാണുന്ന ബുക്ക് എഡിഷൻ എന്ന് കാണുന്ന ഇവിടെ താഴെ കാണുന്ന ഇവിടെ ലിങ്കിൻ്റെ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ പുസ്തകങ്ങളൊന്നും കാണിച്ചിട്ടില്ല. വേണമെങ്കിൽ നമുക്ക് പുസ്തകങ്ങൾ സെർച്ച് ചെയ്ത് ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്യാം. ഇപ്പോൾ നേരത്തെ സാധാരണ ചെയ്യാറുള്ള പോലെ എന്തുകൊണ്ട് എന്ന് കൊടുത്തിട്ട് അതിലെ 600 രൂപ വിലയുള്ള പുസ്തകം അല്ലെ 500 രൂപയുടെ പുസ്തകം സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. 400 രൂപയുടെ ഈ രണ്ടും അവിടെ ഉണ്ട്. ഓക്കെ, അത് കൊടുത്തു. വീണ്ടും നമുക്കിപ്പോൾ ആ 2 പുസ്തകം ഇവിടെ വന്നു. വീണ്ടും അടുത്ത പുസ്തകം ഇതിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വായിച്ചാലും എന്ന് കൊടുത്തു. ഇങ്ങനെയും സെലക്ട് ചെയ്യാം. 180 രൂപയുടെ പുസ്തകം സെലക്ട് ചെയ്യാം. അതല്ലാതെ തന്നെ നമുക്ക് ഇപ്പോൾ ലിങ്ക് ബട്ടൺ അടിച്ചിട്ട് ഇവിടെ ഫിൽട്ടർ കൊടുക്കാതെ സെർച്ച് ബട്ടൺ കൊടുത്ത് എല്ലാ പുസ്തകങ്ങളും ഇവിടെ കാണിക്കും. ഇപ്പോൾ ഇവിടെ ഓരോന്നായിട്ട് നമുക്കിവിടെ ടിക്ക് ചെയ്തും സെലക്ട് ചെയ്യാം. ഇങ്ങനെ ഇപ്പോൾ അക്ഷരച്ചിപ്പ് 1300 രൂപ സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോവുക. അടുത്ത പുസ്തകം സെലക്ട് ചെയ്ത് 900 രൂപയുടെ പുസ്തകം. ഇത് ശാസ്ത്രരാജ്യങ്ങൾ 770 രൂപയുടെ. അപ്പം ഇങ്ങനെയും നമുക്ക് സെലക്ട് ചെയ്യും. ഇപ്പം നമ്മളിപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് ആഡ് ചെയ്ത പുസ്തകങ്ങളെല്ലാം ഇതിൽ വന്നിട്ടുണ്ട്. ക്വാണ്ടിറ്റിയും കൂടി കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ ഈ ആഡ് ചെയ്ത പുസ്തകങ്ങൾ എത്ര ക്വാണ്ടിറ്റിയാണ് പ്രിന്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടെ കൊടുക്കാം. ഇപ്പം എന്തുകൊണ്ട് എന്നുള്ള പുസ്തകം 400 രൂപയുടെ പുസ്തകം എത്ര ക്വാണ്ടിറ്റിയാണ് പ്രിന്റ് ചെയ്യേണ്ടതെന്ന് ഇവിടെ ഓരോ ലൈനിലും ഓരോ എഡിറ്റ് ബട്ടൺ ഇവിടെ ഉണ്ട്. ഇവിടെ ഈ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്വാണ്ടിറ്റി കൊടുക്കുക. ഈ ആദ്യം കാണുന്ന എന്തുകൊണ്ട് നമുക്കൊരു 10 എണ്ണം അടിക്കണം, 10 കൊടുത്തു. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ സേവ് ബട്ടൺ കൊടുക്കുക. രണ്ടാമത് കാണുന്ന 600 രൂപയുടെ എന്തുകൊണ്ട് നമുക്കൊരു 20 എണ്ണം അടിക്കണം, 20 ബാർകോഡ് അടിക്കണം, ഇവിടെ കൊടുക്കുക. മൂന്നാമത് കാണുന്ന കണക്കറിവ് എന്നുള്ള പുസ്തകം നമുക്കിവിടെ സ്റ്റോക്കിൽ 5 എണ്ണം ഉള്ളൂ, 5 എണ്ണം കൊടുത്തു. 5 എണ്ണം സ്റ്റോക്ക് ഉണ്ട്. പക്ഷെ ചിലപ്പോൾ 2 എണ്ണത്തിൽ ബാർകോഡ് പ്രിന്റിങ് ഉണ്ടാവും. അതിൽ 3 എണ്ണം മാത്രം ബാർകോഡ് പുതുതായിട്ട് അടിച്ചാൽ മതിയെങ്കിൽ ആ മുഴുവൻ സ്റ്റോക്കല്ല ഇവിടെ കൊടുക്കേണ്ടത്. ബാർകോഡ് ഇനി എത്ര എണ്ണത്തിന് പ്രിന്റ് ചെയ്യണം എന്നുള്ള ക്വാണ്ടിറ്റിയാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ നമുക്കിവിടെ 6 കൊടുത്തു, സേവ് ചെയ്തു. ഇവിടെയും നമ്മളൊരു 7 കോപ്പി കൊടുത്തു. 7 പ്രിന്റ് വേണം. വായിച്ചാലും തീരാത്ത പുസ്തകം ഒരു 10 എണ്ണം ബാർകോഡ് പ്രിന്റ് ചെയ്യണം. ഇങ്ങനെ ഇതെല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ സേവ് ചെയ്യുക. ആ ക്വാണ്ടിറ്റിയും കൂടി കൊടുത്തതിന് ശേഷം സേവ് ചെയ്യുക. ഷോ ആൻഡ് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം ബാർകോഡ് ഇപ്പോൾ നമ്മൾ കൊടുത്ത അത്രയും ക്വാണ്ടിറ്റിയിലുള്ള അത്രയും ബാർകോഡുകൾ വന്നു. ഈ ബാർകോഡ് സാധാരണ പ്രിന്റ് ചെയ്യുന്നതിന് ബാർകോഡ് പ്രിന്റർ ഉപയോഗിക്കാറുണ്ട്. അത് ചിലപ്പോൾ ഒരു ബാർകോഡായിട്ട് പോലും പ്രിന്റ് ചെയ്യുന്നതിന് ഉപകാരപ്പെടും. പക്ഷേ ഇവിടെ നമ്മൾ നിലവിൽ നമ്മുടെ കയ്യിലുള്ള ഒരു ലേസർ പ്രിന്റർ ഉപയോഗിച്ച് പ്രിന്റ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു A4 സൈസിലുള്ള ഒരു ലേബൽ പ്രിന്റിംഗ് ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പേപ്പർ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ സ്റ്റിക്കർ പേപ്പറുകൾ കിട്ടും. A4 പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റിക്കർ പേപ്പർ. അപ്പോൾ ഇതൊരു A4 പ്രിന്റ് ചെയ്തിട്ട് വേണം നമുക്ക് അവിടെ ചെല്ലാൻ. കാരണം ഒരു A4 ഇതെങ്ങനെയാണ് ഒരു 36 ഇതിൽ പ്രിന്റ് ചെയ്യാം. താഴേക്ക് 12 എണ്ണവും വലതുവശത്തേക്ക് 3 എണ്ണവും. അപ്പോൾ ഒരു 36 ഒരു A4 കിട്ടും.
അപ്പോൾ ഇത് പരമാവധി പേപ്പർ ഉപയോഗിക്കുന്ന വിധത്തിൽ നമ്മളതിൻ്റെ എണ്ണം കൊടുക്കുകയാണെങ്കിൽ വേസ്റ്റേജ് ഇല്ലാതെ പ്രിൻറ്റ് ചെയ്യാം. 36 ആ ഒരു ക്വാണ്ടിറ്റി വരത്തക്ക വിധത്തിൽ. അപ്പോൾ ഇങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു സാധാരണ A4 വൈറ്റ് പേപ്പറിൽ പ്രിൻറ്റ് ചെയ്തൊരു പേപ്പർ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത് പ്രിൻറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റിക്കർ പേപ്പറുകൾ അവർ നമുക്ക് തരും. അപ്പോൾ ആ സ്റ്റിക്കർ പേപ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ലേസർ പ്രിൻ്റർ ഒരുവിധം ക്വാളിറ്റിയുള്ള കളറിലൊക്കെ ആണെങ്കിൽ നമുക്കിവിടെ പ്രിൻറ്റ് ചെയ്യാം. അതല്ല എങ്കിൽ ഇത് നമുക്ക് എക്സ്പോർട്ട് ചെയ്ത് PDF ആക്കിയതിന് ശേഷം നമുക്ക് ഈ PDF ഫയൽ ഒരു നല്ല ക്വാളിറ്റി പ്രിൻറ്റ് ചെയ്യുന്ന ഡിജിറ്റൽ ഷോപ്പിൽ കൊടുത്തിട്ട് അവിടെ നിന്നും ലേബൽ പ്രിൻ്റ് എടുക്കാം. അപ്പോൾ സ്റ്റിക്കർ പേപ്പറിൽ വേണം, കാരണം അത് കീറി ഒട്ടിക്കാനുള്ളതാണ്. അപ്പോൾ ഇത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. അപ്പോൾ ഈ രീതിയിൽ നമുക്കിത് എടുത്തിട്ട് ഇവിടെയുള്ള ബുക്കുകളിൽ ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് വീണ്ടും ഇതിപ്പോൾ പ്രിൻറ്റ് ചെയ്ത് നാളെ അടുത്തൊരു ക്വാണ്ടിറ്റി പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഇതേ ബാർകോഡ് പ്രിൻറ്റിങ്ങിൽ വരിക. ഇവിടെ രണ്ടാമത് ഇനി ന്യൂ അടിക്കണ്ട, നമുക്കൊരു എൻട്രി ഇവിടെ കിടക്കുന്നുണ്ട്, അത് തന്നെ എഡിറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാം. പുതിയ ന്യൂ എൻട്രി ഇവിടെ പെർമിഷൻ ഇല്ല, ഒരു എൻട്രിയെ ബാർകോഡ് പ്രിൻറ്റിങ്ങിൽ സാധിക്കുന്നുള്ളൂ.